നമ്മുടെ അർബൻ ചാറ്റിൻ്റെ ഹോം പേജാണ്, നമ്മുടെ പ്ലാറ്റ്ഫോമിൻ്റെ ഹോം പേജാണ് കാണുന്നത്. അപ്പോൾ ഈ ഹോം പേജിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ മെയിൻ മെനൂസ് എല്ലാം കാണാനായിട്ട് പറ്റും. റൈറ്റ് സൈഡിൽ നമ്മുടെ കണക്ട് ചെയ്തിട്ടുള്ള പ്ലാറ്റ്ഫോംസ് എല്ലാം കാണാനായിട്ട് പറ്റും. അർബൻ ചാറ്റിൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഒമിനി ചാനൽ ഓട്ടോമേഷൻ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അതിൽ നമ്മുടെ കമ്പനീസിൻ്റെ വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, മെസ്സഞ്ചർ, ടെലഗ്രാം, വെബ്സൈറ്റ് ഇങ്ങനെയുള്ള 5 പ്ലാറ്റ്ഫോം ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. എക്സ്ട്രാ ആയിട്ട് നമുക്ക് SMS, ഇമെയിൽ അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ സൊല്യൂഷൻസും കണക്ട് ചെയ്യാം. അപ്പോൾ വൺസ് ഒരു കസ്റ്റമർ നമ്മുടെ കമ്പനിയുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ഏതെങ്കിലും ഒന്നിൽ ട്രൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ മെസ്സേജസ് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ കാണാനായിട്ട് പറ്റും. അതുപോലെ ഇതൊരു ഹോം പേജാണ്. ഇപ്പോൾ ഹോം പേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഏത് യൂസർ ഇതിനകത്ത് വന്നിരുന്നാലും പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നാലും നമുക്ക് ഇവിടെ ഈ ഒരു ഹോം പേജാണ് അവർ കാണുക. അപ്പോൾ അവിടെ നമ്മുടെ കോൺടാക്ട്സിൻ്റെ എണ്ണം, പുതിയ കോൺടാക്ട്സ് എത്ര ക്രിയേറ്റ് ആവുന്നുണ്ട്, അതുപോലെ എത്ര എണ്ണം ആക്റ്റീവ് കോൺടാക്ട്സ് ഉണ്ട്, ഇതെല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റും. ഒരു കസ്റ്റമർക്ക് ഇപ്പോൾ നമുക്ക് ഒരു QR കോഡ് കൊടുക്കണമെങ്കിൽ ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു QR കോഡ് തെളിഞ്ഞ് വരും. ഈ QR കോഡ് നമുക്ക് കസ്റ്റമർക്ക് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാറ്റ് ബോട്ടിലേക്ക് ചാറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ കണക്ട് ചെയ്യുന്ന നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ ഏത് കമ്പനിയുടെ സർവീസ് ആണോ നമുക്ക് ഈ പ്ലാറ്റ്ഫോമിലേക്ക് കണക്ട് ചെയ്യുന്ന ആ കമ്പനിയുടെ ഒരു ഒഫീഷ്യൽ നമ്പർ ആയിരിക്കും കണക്ട് ചെയ്യുക. ഇപ്പോൾ കറൻ്റ്ലി ഇത് അർബൻ ചാറ്റിൻ്റെ ഡെമോ നമ്പറാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഒരു കസ്റ്റമർ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് മെസ്സേജ് കാണാൻ പറ്റുന്നത് നമ്മുടെ ഇൻബോക്സിലാണ് കാണാൻ പറ്റുക. ഇൻബോക്സ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതൊരു ഷെയർഡ് ഇൻബോക്സ് ആണ്, ഒരു യുണീക്ക് ഇൻബോക്സ് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ വന്നിട്ടുള്ള എല്ലാ കസ്റ്റമേഴ്സിൻ്റെയും കമ്മ്യൂണിക്കേഷൻസ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അവരെന്തൊക്കെയാണ് കോൺവെർസേഷൻ നടക്കുന്നത്, ചാറ്റ് ബോട്ട് എന്തൊക്കെയാണ് റിപ്ലൈ കൊടുക്കുന്നത്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ചാനൽസ് നമുക്ക് ഫിൽറ്റർ ചെയ്ത് കാണാനായിട്ട് പറ്റും. ഇവിടെ എല്ലാ ചാനൽസും ഇവിടെ സെലക്ട് ചെയ്യാം. അതിൽ ഇൻസ്റ്റാഗ്രാം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനെ മുഴുവൻ കാണാനായിട്ട് പറ്റും. തിരിച്ച് ബോട്ട് ഇൻസ്റ്റാഗ്രാമിനകത്ത് തന്നെ റിപ്ലൈ കൊടുക്കും. നമുക്ക് എപ്പോഴും ബൈ ഡിഫോൾട്ട് ഓൾ ചാനൽസ് ആക്റ്റീവ് ആയിരിക്കും. ഏത് ചാനലിലാണോ ലേറ്റസ്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടന്നിരിക്കുന്നത് അതായിരിക്കും ഏറ്റവും മുകളിൽ കാണുക. ഇപ്പോൾ കറൻ്റ്ലി നമുക്ക് ഡെമോ അക്കൗണ്ടിൽ തന്നെ കുറേ കസ്റ്റമേഴ്സിൻ്റെ മെസ്സേജസ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കസ്റ്റമറിൻ്റെ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ കോൺവെർസേഷൻ എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് കാണാനായിട്ട് പറ്റും. അതുപോലെ ഇപ്പോൾ ഈ കസ്റ്റമർ വന്നിരിക്കുന്നത് നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് ആഡ് കണ്ടിട്ടാണ് വന്നിരിക്കുന്നത്, ഫേസ്ബുക്ക് ആഡിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കസ്റ്റമർ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്കിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാപ്ചർ ആവുന്നുണ്ട്. അതിനുശേഷം ഒരു പർട്ടിക്കുലർ ടീം മെമ്പറെ നമുക്ക് അസൈൻ ചെയ്യണം. ഈ ഒരു കസ്റ്റമർ വില്ലിംഗ് ആണ് അല്ലെങ്കിൽ നമ്മുടെ സർവീസ് എടുക്കാൻ താല്പര്യമുള്ള കസ്റ്റമർ ആണ് എങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ടീം മെമ്പേഴ്സിൽ ആരെയാണോ ഈ കസ്റ്റമറെ കണക്ട് ചെയ്യേണ്ടത് അവർക്ക് നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അവർക്ക് ഈ കസ്റ്റമറുമായിട്ട് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും. ഇതിനുശേഷം നമ്മുടെ കസ്റ്റമറുടെ ഡീറ്റെയിൽസ് മുഴുവൻ കളക്ട് ചെയ്യുന്ന ഈ ഒരു പോർഷനാണ് റൈറ്റ് സൈഡിൽ ഈ ഒരു പോർഷൻ. കസ്റ്റമറുടെ ഫുൾ ഡാറ്റാസ് നമുക്ക് ഇവിടെ തന്നെ കാണാനായിട്ട് പറ്റും. ഇവിടെ നിന്ന് കസ്റ്റമർ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഈ പൈപ്പ് ലൈൻസ് എന്ന് പറഞ്ഞ മിനി CRM നമുക്ക് സിസ്റ്റത്തിനകത്ത് വരുന്നുണ്ട്. ഈ പൈപ്പ് ലൈൻസ് എന്ന് പറഞ്ഞാൽ മിനി CRMലേക്ക് ഈ ഒരു കസ്റ്റമറെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ തന്നെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് പിന്നീട് ഈ കസ്റ്റമറെ ഫോളോ അപ്പ് ചെയ്യാനും കോൾ ചെയ്യാനും ആ കസ്റ്റമറെ നമ്മുടെ ബിസിനസ് വിൻ ചെയ്യിപ്പിക്കാനും ഒക്കെ നമുക്ക് ഇതുകൊണ്ട് സാധിക്കും. അതുപോലെ തന്നെ കസ്റ്റമർ സെഗ്മെൻറ്റൈസ് ചെയ്യാൻ ടാഗുകൾ അവൈലബിൾ ആണ്. കസ്റ്റമർ ഇൻട്രസ്റ്റഡ് ആണോ ഇൻട്രസ്റ്റ് അല്ലയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ടാഗ് ചെയ്ത് വെക്കാനായിട്ട് ഈ ഒരു പോർഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് പൈപ്പ് ലൈൻസ് തന്നെയാണ്. പൈപ്പ് ലൈൻസ് ഇപ്പോൾ ഞാൻ ഒരെണ്ണം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൈപ്പ് ലൈനിനകത്ത്, പൈപ്പ് ലൈൻ എന്ന് പറയുന്നത് തന്നെ ഒരു CRM തന്നെയാണ്, ഒരു ലീഡ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. അപ്പോൾ ഒരു പൈപ്പ് ലൈൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പൈപ്പ് ലൈനിനകത്ത് നടക്കുന്ന കസ്റ്റമർ ലീഡ്സിൻ്റെ സ്റ്റേജസ് കാണാൻ പറ്റും. ഈ സ്റ്റേജസ് കസ്റ്റമൈസബിൾ ആണ്. സ്റ്റേജസ് നമ്മുടെ കമ്പനീസിന് ആവശ്യമുള്ളതനുസരിച്ച് സ്റ്റേജസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലീഡ് സ്റ്റേജ് ഉണ്ട്, ക്വാളിഫൈഡ് സ്റ്റേജ് ഉണ്ട്, ഡെമോ സ്കെഡ്യൂൾഡ് സ്റ്റേജ് ഉണ്ട്, പ്രപ്പോസൽ മെയ്ഡ് സ്റ്റേജ് ഉണ്ട്, നെഗോസിയേഷൻ സ്റ്റേജ് ഉണ്ട്, ബിസിനസ് വിൻ സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് ഒരു കസ്റ്റമർ ലീഡ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ലീഡ് നമ്മുടെ ഇൻബോക്സിൽ വരുന്ന അതേ ലീഡ് നമുക്ക് പൈപ്പ് ലൈനിനകത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. വന്നു കഴിഞ്ഞാൽ ആ ലീഡിനെ നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ആ ലീഡിൻ്റെ ടോട്ടൽ ഡീറ്റെയിൽസ് നമ്മൾ ഇവിടെ നിന്നാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അവരുടെ വാല്യൂ എത്രയാണ്, ഓപ്പർച്യൂണിറ്റി വാല്യൂ എത്ര രൂപയാണ്, അതിൻ്റെ സ്റ്റാറ്റസ് എത്രയാണ്, അതിൻ്റെ സ്റ്റേജ് ഏത് സ്റ്റേജിലാണ്, പ്രയോറിറ്റി എന്താണ്, ഇതെല്ലാം നമ്മളിവിടെ ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. ഫില്ല് ചെയ്തതിന് ശേഷം അടുത്ത ഫോളോ അപ്പ് ഡേറ്റ് എന്താണെന്നുള്ളത് നമ്മൾ ഫില്ല് ചെയ്യാം. ഇപ്പം നെക്സ്റ്റ് മൺഡേ ആണ് കസ്റ്റമർ ഫോളോ അപ്പ് ചെയ്യാൻ പറയുന്നതെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നെക്സ്റ്റ് മൺഡേയിലുള്ളൊരു ഡേറ്റിലേക്ക് കസ്റ്റമറെ കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ ഇന്നത്തെ ഡേറ്റ് 4th ആണ്, നെക്സ്റ്റ് മൺഡേ എന്ന് പറഞ്ഞാൽ 6th ആണ്. ഓക്കെ, 6th ഞാൻ ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ കണ്ടോ ഈ ഒരു കസ്റ്റമർ 6th അല്ലെങ്കിൽ നെക്സ്റ്റ് മൺഡേയിലേക്ക് സ്കെഡ്യൂൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടീം മെമ്പറിന് ഈ ഒരു കസ്റ്റമറെ നമ്മുടെ ഫിൽറ്റർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കാണാൻ പറ്റും ഡ്യൂ ഡേറ്റ് ഇൻ 7 days ആരൊക്കെ ഡ്യൂ ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഈ 2 days റിമൈൻഡറുള്ള ഈ ഒരു കസ്റ്റമർ നമുക്ക് അവിടെ വരും.
അതുപോലെ തന്നെ കസ്റ്റമർ ഫോളോ അപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡേറ്റ് മാറ്റണമെങ്കിൽ മാറ്റാം. അതേ ഡേറ്റിൽ തന്നെ കസ്റ്റമർ സ്റ്റാറ്റസ് വിൻ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ പറ്റും. വിൻ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്റ്റേജ് മാറ്റി കഴിയുമ്പോൾ ഓപ്പൺ സ്റ്റേജ് എന്നുള്ളത് നമുക്ക് വിൻ എന്നുള്ള സ്റ്റേജിലേക്ക് മാറ്റാൻ പറ്റും. അങ്ങനെ മാറ്റി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ബിസിനസ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ അനാലിറ്റിക്സിൽ നമുക്ക് ഈ ഡാറ്റ നമുക്ക് കിട്ടും. അനാലിറ്റിക്സിൽ ഇപ്പോൾ കാണാം, കറൻ്റ്ലി നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് 10 ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഒന്നും വിൻ ആയിട്ടില്ല. വിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വിന്നിൻ്റെ കൗണ്ടും അതുപോലെ വിന്നിൻ്റെ വാല്യൂവും ഇവിടെ വരും. അത് ഏത് എക്സിക്യൂട്ടീവ് ആണ് ഇത് വിൻ ചെയ്തിരിക്കുന്നത്, ഏത് എക്സിക്യൂട്ടീവ് ആണ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, ഈ ഒരു കൗണ്ട് നമുക്ക് ഇവിടെ അറിയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് AI ചാറ്റ് ബോട്ട്സ് ഉണ്ട്. നമുക്ക് AI ട്രെയിൻ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ചാറ്റ് ബോട്ട് AI തന്നെ ഹാൻഡിൽ ചെയ്തോളും, ചാറ്റ് ഹാൻഡിൽ ചെയ്തോളും. അതുപോലെ ബ്രോഡ്കാസ്റ്റിംഗ് ഫെസിലിറ്റി ഉണ്ട്, ബൾക്കായിട്ട് വാട്സപ്പ് മെസ്സേജ് ബ്രോഡ്കാസ്റ്റിംഗ് ചെയ്യാം. കൂടാതെ നമുക്ക് വരുന്ന മറ്റ് കുറേ ടൂൾസും നമുക്ക് അവൈലബിൾ ആണ്. ഒന്ന് അപ്പോയിൻമെൻറ്റ് സ്കെഡ്യൂൾ ചെയ്യുക, അതുപോലെ ഗൂഗിൾ കലണ്ടറിൽ നമ്മുടെ അപ്പോയിൻമെൻറ്റ് സെറ്റപ്പ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ഓട്ടോമേഷൻ, ഇൻസ്റ്റാഗ്രാം കമൻറ്റ് ഓട്ടോമേഷൻ, ഫേസ്ബുക്ക് കമൻറ്റ് ഓട്ടോമേഷൻ, ഇങ്ങനെയുള്ള കുറേ ടൂൾസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. കസ്റ്റമറെ റീ എൻഗേജ്മെൻറ്റ് ചെയ്യുന്നതിനായിട്ട് ഡ്രിപ്പ് ക്യാമ്പയിൻസ് പോലുള്ള ഫെസിലിറ്റി അവൈലബിൾ ആണ്. നമുക്കിതിന് വേണ്ടിയിട്ട് നമ്മൾ കസ്റ്റമർ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടും സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെബിനാർ നടത്താറുണ്ട്. വെബിനാർസിൽ വരുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ പ്ലാറ്റ്ഫോമിനെ കുറിച്ചൊരു ഐഡിയ കിട്ടാനും ആ പ്ലാറ്റ്ഫോം നമുക്ക് യൂസ്ഫുൾ ആവുന്നത് ഏതൊക്കെ രീതിയിലാണ്, എവിടെയാണ് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നത്, ഇതെല്ലാം ഡീറ്റെയിൽസ് നമുക്ക് വെബിനാറിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റും. ഇ-കൊമേഴ്സ് അവൈലബിൾ ആണ്. വാട്സപ്പിനകത്ത് തന്നെ നമുക്ക് എന്തെങ്കിലും പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെല് ചെയ്യണമെങ്കിൽ ഇ-കൊമേഴ്സ് ഉപയോഗിച്ച് നമുക്ക് സെല് ചെയ്യാം. പ്ലേസസ് നിയർ മീ, കസ്റ്റമറുടെ നിയർ ബൈ ലൊക്കേഷനിൽ നമ്മുടെ സർവീസ് എന്തെങ്കിലും അവൈലബിൾ ആണെങ്കിൽ അത് കാണിക്കാൻ നമുക്ക് ഈ ഒരു ഫെസിലിറ്റി യൂസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് വരുന്ന ഒരു അഡ്വാൻസ്ഡ് പ്ലാറ്റ്ഫോമാണ് അർബൻ ചാറ്റിൻ്റെ പ്ലാറ്റ്ഫോം. ഇതിനകത്ത് API ഇൻ്റഗ്രേഷൻസ് ഉണ്ട്. നമുക്ക് എക്സ്റ്റേണൽ CRMസുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വരുന്നതിന് CRMലേക്ക് ഡാറ്റ പുഷ് ചെയ്യാൻ, CRMൽ നിന്ന് ഡാറ്റ എടുത്തിട്ട് നമ്മുടെ പ്ലാറ്റ്ഫോം വഴി മെസ്സേജ് അയക്കാനും ഒക്കെ നമുക്ക് ഫെസിലിറ്റീസ് ഉണ്ട്. ഓപ്പൺ ടു ഓൾ CRMs ആണ്, അതുകൊണ്ട് അവിടെ ലിമിറ്റേഷൻ ഇല്ല. യൂസേഴ്സ് അൺലിമിറ്റഡ് യൂസേഴ്സ് ആണ്. കോൺടാക്ട് സ്റ്റോറേജും അൺലിമിറ്റഡ് സ്റ്റോറേജ് ആണ്. ഓക്കെ, താങ്ക് യു.